So welcome back to Aifer Education. Nurbin തന്നെയാണ് നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് the consumption function. Okay, consumption function എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. ബേസിക്കലി എന്താണ് കൺസംഷൻ, അതുമായി ബന്ധപ്പെട്ട ചില ആട്രിബ്യൂട്ട്സ്, then determinants of consumption, പിന്നെ കൺസംഷൻ തിയറീസ്. സോ ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ഡീൽ ചെയ്യുക കൺസംഷൻ എന്താണ്, അതിൻ്റെ ആട്രിബ്യൂട്ട്സ്, then determinants of consumption. ഓക്കെ, സോ ബേസിക്കലി വാട്ട് ഈസ് കൺസംഷൻ? കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിളായിട്ട് മനസ്സിലാക്കാനെങ്കിൽ കൺസംഷൻ ഈസ് ദി ഇക്കണോമിക് ടേം ഫോർ പീപ്പിൾ സ്പെൻഡിങ് മണി ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആളുകൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് കൺസംഷൻ എന്ന് പറയുന്നത്. ഞാനൊരു ഐസ്ക്രീം വാങ്ങി അത് കഴിക്കുമ്പോൾ അതെന്താണ്, കൺസംഷനാണ്. അല്ലെങ്കിൽ ഞാനൊരു പ്ലേറ്റ് മന്തി വാങ്ങി അത് കഴിക്കുമ്പോൾ എന്താണ്, അത് കൺസംഷനാണ്. ഞാനിതാ ഈ ഒരു ഡ്രസ്സ് വാങ്ങി അത് ഞാൻ വിയർ ചെയ്യുമ്പോൾ അത് അതിൻ്റെ കൺസംഷനാണ്. ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി ഒരു ഹ്യൂമൻ വാണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുമ്പോൾ അതിനെയാണ് സിംപ്ലി കൺസംഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി കൺസംഷൻ ഫംഗ്ഷനിലേക്ക് വരുന്ന സമയത്ത് ഒരാൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം, അതായത് y is equal to c plus s കാണിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് കിട്ടുന്ന ടോട്ടൽ ഇൻകം കുറച്ച് അയാൾ എന്ത് ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു, ബാക്കി വരുന്ന എന്ത് ചെയ്യുന്നു, സേവ് ചെയ്ത് വരുന്നു. അതാണ് y is equal to c plus അഥവാ കൺസംഷൻ പ്ലസ് സേവിങ് എന്ന് പറയുന്നത്. ഇനി കൺസംഷൻ എന്ന് പറയുന്നത് നോർമലി ഇറ്റ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. കൺസംഷൻ ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. ഇവിടെ c is equal to a plus by, ഇത് കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ആണെന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതായിരിക്കും. സോ ഇവിടെ പറയുന്നത് കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഇൻകമാണ് അയാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോൾ മന്ത്ലി 20,000 റുപ്പീസ് ആണെങ്കിൽ ഞാൻ ആ രീതിയിലുള്ള കൺസംഷൻ ആയിരിക്കും. എൻ്റെ ഇൻകം 20,000-ൽ നിന്നും ഒരു 2 lakh ആയിട്ട് വർദ്ധിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഞാനിപ്പോൾ സാധാരണ രീതിയിലാണ് ബസ്സിലൊക്കെയാണ് പോകുന്നതെങ്കിൽ എൻ്റെ ഇൻകം വർദ്ധിക്കുന്നതിനനുസരിച്ച് മേ ബി ഞാൻ പുതിയൊരു കാറ് വാങ്ങിച്ചേക്കാം, അല്ലെങ്കിൽ പുതിയ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടേക്കാം. അപ്പോൾ ഇവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ, ഒരാൾ ഒരു പർട്ടിക്കുലർ കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിൽ ഏറ്റവും അതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഘടകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഇൻകം. അതുകൊണ്ട് തന്നെ നോർമലി കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം. ഇനി ഇൻകം മാത്രമല്ല ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത്, പക്ഷെ എന്നാൽ പോലും ഏറ്റവും അധികം ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദി ഇൻകം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഞാൻ പറഞ്ഞു കെയ്ൻസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ ആണ് c is equal to a plus by എന്ന് പറഞ്ഞു. എ എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്, ബി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് MPC, വൈ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡിസ്പോസിബിൾ ഇൻകം ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതെന്താന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് വരുന്ന സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഫോർ ദി ടൈം ബീയിങ് എ ഡിനോട്ട് ചെയ്യുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്, ബി എന്ന് പറഞ്ഞാൽ MPC ആണ്, വൈ എന്ന് പറഞ്ഞാൽ ഡിസ്പോസിബിൾ ഇൻകം ആണെന്ന് ഓർത്ത് വെക്കുക. ഇനി കൺസംഷൻ എന്താണെന്ന് പറഞ്ഞു, കൺസംഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഇൻകം എന്താണെന്ന് പറഞ്ഞു, ഇൻകം ആണെന്ന് നമ്മൾ പറഞ്ഞു. കൺസംഷനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആണ് പറയാനുള്ളത്. പ്രധാനമായിട്ടും രണ്ട് കൺസെപ്റ്റാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഒന്ന് APC, രണ്ട് MPC. APCയും അതുപോലെ തന്നെ MPCയും. ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് അദ്ദേഹം എത്ര കൺസ്യൂം ചെയ്യുന്നുണ്ട്, അതാണ് APC. എനിക്ക് 10,000 രൂപ ഇൻകം കിട്ടുമ്പോൾ ഓൺ ആൻ ആവറേജ് അതിൽ നിന്ന് ഞാൻ എത്രമാത്രം കൺസംഷന് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, അതാണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഓർ APC എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് കൺസംഷൻ ഡിവൈഡഡ് ബൈ ഇൻകം. ഇൻകത്തിൽ ഒരാൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നു, C/Y ആണെന്ത് APC എന്ന് പറയുന്നത്. APC ഈസ് നത്തിങ് ബട്ട് C/Y. ദെൻ വാട്ട് അബൌട്ട് MPC? അഡീഷണലി എൻ്റെ ഇൻകത്തിൽ ചെറിയൊരു ചേഞ്ച് വരുമ്പോൾ എൻ്റെ കൺസംഷനിലും അഡീഷണൽ എത്ര ചേഞ്ച് വരുന്നു? ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. എൻ്റെ ഇൻകം 10,000-ൽ നിന്നും 20,000 ആയിട്ട് കൂടുകയാണെങ്കിൽ, സപ്പോസ് ഞാൻ കഴിക്കുന്ന ഒരു ഫുഡ് ഐറ്റം ആയ മന്തി, ഞാൻ എത്ര യൂണിറ്റ് അഡീഷണലി അതിൽ ചേഞ്ച് വരുന്നു? ഇനിഷ്യലി ഒരു പ്ലേറ്റാണ് കഴിക്കുന്നതെങ്കിൽ എൻ്റെ ഇൻകം ഒരിരട്ടി വർദ്ധിക്കുമ്പോൾ ഞാൻ മന്തിൻ്റെ കൺസംഷനിൽ എത്രമാത്രം ചേഞ്ച് വരുത്തുന്നുണ്ട്? അതേപോലെ തന്നെ ഡ്രസ്സിൻ്റെ കേസാകാം, വാട്ട് എവർ ഇറ്റ് മേ ബി. ഒരാളുടെ ഇൻകത്തിൽ വരുന്ന ചേഞ്ച് അയാളുടെ കൺസംഷനിൽ എത്രമാത്രം യൂണിറ്റ് ചേഞ്ച് വരുത്തുന്നു? ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് മാർജിനൽ അഡീഷണൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. അതിനെ സിംബോളിക്കലി നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? ΔC/ΔY എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ കൺസംഷൻ ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം. ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ച് കൺസംഷനിൽ എത്രമാത്രം ചേഞ്ച്. ഇവിടെ എന്താ പറയുന്നത്? ഒരാളുടെ ഇൻകത്തിൽ അയാൾ എത്രമാത്രം കൺസ്യൂമിന് വേണ്ടിയിട്ട് കൺസംഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നു, അതാണ് APC. എന്നാൽ MPC എന്ന് പറഞ്ഞാൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് കൺസംഷനിൽ എത്ര ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി MPCയുടെ വാല്യൂ എപ്പോഴും
സീറോയിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലായിരിക്കും. എം പി സിയുടെ വാല്യൂ എപ്പോഴും സീറോയിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലായിരിക്കും. സപ്പോസ് എം പി സിയുടെ വാല്യൂ 0 ആണെങ്കിൽ, അതായത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതാണല്ലോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ, അതാണ് എം പി സി. ഇനി എം പി സിയുടെ വാല്യൂ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് അർത്ഥാക്കുന്ന എന്താ? ഇൻകത്തിലുണ്ടായ ചേഞ്ചിൽ ഒരു പെർസെൻറ്റേജ് പോലും അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, കൺസ്യൂം ചെയ്യുന്നില്ല. എം പി സി 0 ആണ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അഡീഷണൽ കൺസംഷൻ 0 ആണ് എന്ന് പറഞ്ഞാൽ ഇൻകം ഒരിരട്ടി വർദ്ധിച്ച കൺസംഷനിൽ അദ്ദേഹം ഒരു മാറ്റവും വരുത്തുന്നില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ കുറച്ച് അദ്ദേഹം കൺസ്യൂം ചെയ്യും, ബാക്കി വരുന്ന എന്താണ്, സേവ് ചെയ്ത് വെക്കും. അപ്പോൾ ഇൻകം ഒന്നും തന്നെ ഇൻകത്തിൽ വരുന്ന മാറ്റത്തിൽ കൺസംഷനിൽ മാറ്റം വരുന്നില്ല, കൺസംഷൻ 0 ആണെങ്കിൽ, അതാണല്ലോ എം പി സി 0 എന്ന് പറയുന്നത്. അതിനർത്ഥം എന്താണ്, കംപ്ലീറ്റ് അദ്ദേഹം സേവ് ചെയ്ത് വെക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇഫ് എം പി സി ഈസ് ഈക്വൽ ടു 0 ദാറ്റ് മീൻസ് ദാറ്റ് ദെൻ ദി ഹോൾ ഇൻക്രിമെന്റ് ഇൻ ഇൻകം വുഡ് ഹാവ് ബീൻ സേവ്ഡ്. എം പി സി 0 ആണെങ്കിൽ അതിനർത്ഥം അദ്ദേഹം ഒന്നും കൺസ്യൂം ചെയ്യുന്നില്ല, എല്ലാം തന്നെ എന്താക്കുകയാണ്, സേവ് ചെയ്ത് വെക്കുകയാണ്. ഇനി സപ്പോസ് എം പി സിയുടെ വാല്യൂ 1 ആണെങ്കിൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു എം പി സിയുടെ വാല്യൂ എപ്പോഴും സീറോയിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലാണ് ലൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എം പി സിയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇൻകത്തിൽ എത്ര പെർസെൻറ്റേജ് ആണോ മാറ്റം വന്നത് ആ സെയിം പ്രൊപ്പോർഷനേറ്റ് മാനറിൽ കൺസംഷനിലും മാറ്റം വരും എന്ന് പറഞ്ഞാൽ, ഇപ്പം നേരത്തെ പറഞ്ഞ സെയിം എക്സാമ്പിൾ എടുക്കുക. എൻ്റെ ഇൻകം 10,000-ൽ നിന്ന് 20,000 ആയിട്ട് ഒരിരട്ടി വർദ്ധിച്ചു. ഞാൻ കഴിക്കുന്ന മന്തിൻ്റെ അളവും ഒരു പ്ലേറ്റിൽ നിന്ന് 2 പ്ലേറ്റ് ആയിട്ട് വർദ്ധിക്കും. അല്ലെങ്കിൽ ഞാൻ ഒരു ജോഡി ഡ്രസ്സാണ് മന്തിൽ എടുക്കുന്നതെങ്കിൽ ഇൻകം ചിലപ്പോൾ ഒരു ഇരട്ടി വർദ്ധിക്കുന്നതിനനുസരിച്ച് എടുക്കുന്ന ഡ്രസ്സിൻ്റെ അളവും അതേ രീതിയിൽ പ്രൊപ്പോർഷനേറ്റ് മാനറിൽ കൂടും എന്ന് പറഞ്ഞാൽ ഇൻകത്തിൽ വന്ന ആ ഒരു പ്രൊപ്പോർഷനേറ്റ് മാറ്റം ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ് നമ്മൾ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു, കൺസംഷന് വേണ്ടി യൂസ് ചെയ്യുന്നു. സോ അതാണ് ഇവിടെ പറഞ്ഞത്, ഇഫ് എം പി സി ഈസ് ഈക്വൽ ടു 1 then it means that the whole increment in income would have been consumed and nothing has been saved. ഒന്നും തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, സേവ് ചെയ്തിട്ടില്ല, ബിക്കോസ് കൂടിയിട്ടുള്ള ഇൻകം എല്ലാം തന്നെ നമ്മൾ കൺസംഷന് വേണ്ടി യൂസ് ചെയ്തു. സോ എ പി സി എന്താണ്, എം പി സി എന്താണ്, എം പി സിയുടെ വാല്യൂ എപ്പോഴും സീറോയിൻ്റെയും വണ്ണിൻ്റെയും ഇടയിലാണ്. എം പി സി 0 എന്ന് പറഞ്ഞാൽ കൺസംഷൻ ഇല്ല, 1 എന്ന് പറഞ്ഞാൽ നമ്മളത് കംപ്ലീറ്റ് കൺസംഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു എന്നതാണ് അർത്ഥം. വേറൊരു കൺസെപ്റ്റ് ഉണ്ട്, അതാണ് ലീനിയർ കൺസംഷൻ ഫംഗ്ഷനും ഉണ്ട്, നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷനും ഉണ്ട്. ഏതൊക്കെയാണ്? ലീനിയർ ആൻഡ് നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ. ലീനിയർ കൺസംഷൻ ഫംഗ്ഷനിൽ എം പി സി കോൺസ്റ്റൻ്റ് ആയിരിക്കും, എം പി സിയിൽ ഒരു ചേഞ്ചും വരില്ല. എന്ന് പറഞ്ഞാൽ എന്താ, ഇൻകം എത്രയാണോ കൂടിയത് ആ സെയിം പ്രൊപ്പോർഷനേറ്റ് മാനറിൽ കൺസംഷനും കൂടും. അഥവാ ഇൻകം ഒരിരട്ടി വർദ്ധിച്ച കൺസംഷനും ഒരിരട്ടി വർദ്ധിക്കും. ഇൻകത്തിൽ ഒരിരട്ടി വർധനവ് വന്നു, കൺസംഷനിലും ഒരേ ഇരട്ടി വർധനവ്, അതായത് സെയിം പ്രൊപ്പോർഷനേറ്റ് മാനറിൽ ചേഞ്ച് വരുമ്പോൾ അതിനെയാണ് ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെയിം പ്രൊപ്പോർഷനൽ മാനറിൽ ചേഞ്ച് വരിക പറഞ്ഞു കഴിഞ്ഞാൽ എം പി സി അവിടെ എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എം പി സി കൂടണമെന്നുണ്ടെങ്കിൽ എന്താണ്, എം പി സി കൂടുന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ പ്രൊപ്പോർഷനിൽ കൂടണ്ടേ, കാരണം ഇവിടെ എന്താണ്, എം പി സി കോൺസ്റ്റൻ്റ് ആണ്, ഇൻകം കൂടി അതേ പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്, കൺസംഷനും കൂടുന്നത്. ആ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഒരു ലൈനാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുക. ഇവിടെ ഇൻകം, ഇവിടെ കൺസംഷൻ. ഇവിടെ നിങ്ങൾ നോക്കുക, ഇനിഷ്യലി ഇത്ര ആയിരുന്നു, ഇൻകം Y1-ൽ നിന്നും Y2 ആയിട്ട് വർദ്ധിച്ചപ്പോൾ കൺസംഷൻ C1-ൽ നിന്നും C2 ആയിട്ട് വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പും ഇവിടുത്തെ ഈ ഒരു ഗ്യാപ്പും എന്താണ്, സെയിം ആണ്. അതാണ് ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സെയിം പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച്. വാട്ട് അബൌട്ട് നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ? അതായത് ഇൻകം കൂടുമ്പോൾ കൺസംഷൻ കൂടുന്നുണ്ട്, പക്ഷെ അതേ പ്രൊപ്പോർഷനിലല്ല, ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് മാനറിലാണ് കൂടുന്നത്. അതായത് നോൺ ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ഇറ്റ് ഇസ് നത്തിങ് ബട്ട് എന്താണ്, ആസ് ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ് ബട്ട് നോട്ട് ദി പ്രൊപ്പോർഷനേറ്റ് മാനർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, എം പി സി എന്ന് പറയുന്നത് എന്താണ്, ഡിക്ലൈനിങ് ആണ്. അതായത് ഇനിഷ്യലി ഇൻകം ഇത്രയായിരുന്നു, അപ്പോൾ കൺസംഷൻ ഇത്ര ഉണ്ടായിരുന്നു, ഇൻകം Y1-ൽ നിന്നും Y2 ആയിട്ട് വർദ്ധിച്ചപ്പോൾ കൺസംഷൻ ഇത്രയായിട്ട് വർദ്ധിച്ചു, പിന്നെ നോക്കുമ്പോൾ ഇത്രയായിട്ട്. അതായത് ഇവിടുന്ന് വരുന്ന ഈ ഒരു സ്ലോപ്പ് എന്താവുന്നുണ്ട്, അതായത് ഈ ഒരു ഗ്യാപ്പ് ഇവിടുന്ന് മേലേക്ക് പോകുന്നതിനനുസരിച്ച് ഇനിഷ്യലി ഇത്രയധികം ഗ്യാപ്പ് ഉണ്ടായിരുന്നു, പിന്നെ ഇത്രയേ ഉള്ളൂ, പിന്നെ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, എം പി സി ഡിക്ലൈനിങ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. ലീനിയർ കൺസംഷൻ ഫംഗ്ഷൻ ആണോ എം പി സി കോൺസ്റ്റൻ്റ് ആയിരിക്കും, നോൺ ലീനിയർ ആണോ എം പി സി ഡിക്ലൈനിങ് ആയിരിക്കും എന്നുള്ളത് കൂടി ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇനി വാട്ട് അബൌട്ട് സേവിങ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഒരാൾക്ക് കിട്ടുന്ന ഇൻകം അത് കുറച്ച് കൺസ്യൂം ചെയ്യും, ബാക്കിയുള്ളത് എന്താക്കുന്നു, സേവ് ചെയ്യുന്നു. അതാണ് സേവിങ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദി പാർട്ട് ഓഫ് ഇൻകം വിച്ച് ഈസ് നോട്ട് കൺസ്യൂംഡ്. കിട്ടുന്ന ഇൻകത്തിൽ ഒരാൾ കൺസ്യൂം ചെയ്യാതെ ബാക്കി വെക്കുന്നത് എന്തോ അതിനെയാണ് സേവിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ y ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് സേവിങ്ങിന് എങ്ങനെ കണ്ടുപിടിക്കുക, y ഈസ് ഈക്വൽ ടു C+S ആണ്.
അങ്ങനെയാണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു ഈ വൈ ഇവിടെ ഉണ്ട് പ്ലസ് സീനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് സി വൈ മൈനസ് സി അഥവാ എസ് ഇസ് ഈക്വൽ ടു ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ എസ് ഇസ് ഈക്വൽ ടു വൈ മൈനസ് സി. ഇംഗത്തിൽ നിന്നും കൺസംഷൻ കുറച്ചാൽ കിട്ടുന്നത് എന്തോ ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് കൺസംഷൻ. ഇനി നോർമലി കൺസംഷൻ കെയ്ൻസിന്റെ കൺസംഷൻ ഫംഗ്ഷൻ സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ പിന്നെ സേവിങ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി വൈ ആയിരിക്കും. ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എപ്പോഴും ഒന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അതായത് കൺസംഷൻ ഇസ് ഈക്വൽ ടു സി ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി വൈ ആണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി വൈ. അത് ആ സമയത്ത് നമ്മൾ പറയും മൈനസ് എ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, എ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരാളുടെ ഇൻകം ഓട്ടോണമസ് കൺസംഷൻ ആണ് എ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഈ എ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഇത്രയേ ഉള്ളൂ, ഒരാളുടെ ഇൻകം 0 ലെവൽ ആയിരിക്കുന്ന സമയത്തും അദ്ദേഹം ചില സെർട്ടൻ പ്രൊപ്പോർഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്യൂം ചെയ്യാറുണ്ട്. ഇതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്തുകൊണ്ട് കെയ്ൻസ് ഉദ്ദേശിച്ചത്. അതായത് ഇപ്പോൾ നമ്മൾ ജനിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു 6 മാസമൊക്കെ ആയാലും കുറുക്ക് കഴിക്കാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഇൻകം ഏൺ ചെയ്തിട്ടാണോ അതിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നത്. ആ സമയത്ത് നമുക്ക് ഇൻകം ഇല്ല, ഇൻകം ഇസ് ഈക്വൽ ടു 0 ആണ്. എന്നാൽ പോലും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൺസംഷൻ നടത്താറുണ്ട്. അപ്പോൾ ഒരാളുടെ ഇൻകം 0 ലെവൽ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കൺസംഷൻ നടത്തുമല്ലോ, അതിനെയാണ് ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്. കൺസംഷൻ ഈവൻ ദി ഇൻകം ഇസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ഓട്ടോണമസ് കൺസംഷൻ. ഇനി സേവിങ്ങിന്റെ കേസിൽ ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണിത്. ഇവിടെ മൈനസ് എ ആണ് അല്ലേ. സേവിങ്ങിന്റെ കേസിൽ എസ് ഇസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ബി വൈ ആണ്. ഈ മൈനസ് എ എന്ന് കാണിക്കുന്നത് എന്താണ്, 0 ലെവൽ ഓഫ് ഇൻകത്തിൽ അദ്ദേഹത്തിന്റെ സേവിങ് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്, നമുക്കൊരു പർട്ടിക്കുലർ ഇൻകത്തിൽ കൺസ്യൂം ചെയ്ത് ബാക്കിയുള്ളതല്ലേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. 0 ഇൻകത്തിൽ തന്നെ നമ്മൾ എങ്ങനെയൊക്കെയാണ് കൺസ്യൂം ചെയ്യുന്നത്, പിന്നെ ബാക്കിയുള്ളത് എന്തായിരിക്കും, കൺസംഷൻ തന്നെ അവിടെ എന്തില്ല, നമുക്ക് ഇൻകം ഇല്ലാതെ തന്നെയാണ് നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നത്. കൺസംഷൻ തന്നെ നമുക്ക് അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഇൻകം ഇല്ല, അപ്പോൾ സേവിങ് എന്തായിരിക്കും, അവിടെ നെഗറ്റീവ് ആയിരിക്കും. അതാണ് മൈനസ് എ എന്ന് കാണിക്കുന്നത്. ഓട്ടോണമസ് കൺസംഷൻ അവിടെ, അതായത് ഓട്ടോണമസ് സേവിങ് അവിടെ എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതാണ് മൈനസ് എ പ്ലസ് ബി വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ സേവിങ് എന്താണ്, ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ കൺസ്യൂം ചെയ്ത് ബാക്കിയുള്ളത് എന്തോ അതാണ് സേവിങ്. ഇനി നേരത്തെ കൺസംഷനുമായി ബന്ധപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് പറഞ്ഞു, ഏതൊക്കെ, എ പി സി എം പി സിയും. ഇതേപോലെ തന്നെ സേവിങ്ങുമായി ബന്ധപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, എ പി എസ് ആൻഡ് എം പി എസ്. സിമ്പിൾ ആണ്. ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് ഒരാൾ എത്രമാത്രം സേവ് ചെയ്യുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്. കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് ഒരാൾ എത്രമാത്രം സേവ് ചെയ്ത് വെക്കുന്നു, അതായത് എസ് ബൈ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എ പി എസ്. ഒരാൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് അദ്ദേഹം എത്രമാത്രം സേവ് ചെയ്ത് വെക്കുന്നു എന്നാണ് അത് കാണിക്കുന്നത്. അപ്പോൾ എം പി എസ് എന്തായിരിക്കും, നേരത്തെ നമ്മൾ എം പി സി പറഞ്ഞു, ഇൻകത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് കൺസംഷനിൽ എത്രമാത്രം ചേഞ്ച് വരുന്നു, അതാണ് എം പി സി. അപ്പോൾ എം പി എസ് എന്തായിരിക്കും, അഡീഷണലി ഒരു യൂണിറ്റ് ഇൻകത്തിൽ ഒരു യൂണിറ്റ് ചേഞ്ച് വരുമ്പോൾ അയാളുടെ സേവിങ്ങിൽ എത്രമാത്രം അഡീഷണൽ ചേഞ്ച് വരുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് എം പി എസ്, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. ദാറ്റ് മീൻസ് എം പി എസ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താണ്, എം പി എസ് സ്ലൈഡിലില്ല, ശ്രദ്ധിക്കണം. എം പി എസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ സേവിങ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഇൻകം എന്ന് പറഞ്ഞാൽ ഇൻകത്തിലുണ്ടാകുന്ന ചേഞ്ച് കൊണ്ട് സേവിങ്ങിൽ എത്രമാത്രം ചേഞ്ച് വരുന്നു, ദാറ്റ് ഈസ് വാട്ട് ഈസ് കാൾഡ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്നുള്ളത് ഓർത്തു വെക്കുക. നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ 2 കൺസെപ്റ്റ് ഉണ്ട്, ഒന്ന് എ പി സി, 2 ഇപ്പോൾ പറഞ്ഞ എ പി എസ്. അപ്പോൾ എ പി സിയും എ പി എസും തമ്മിലൊരു റിലേഷൻ ഉണ്ട്. എ പി സിയും എ പി എസും, എ പി എസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞല്ലോ, കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് ഒരാൾ എത്രമാത്രം സേവ് ചെയ്ത് വെക്കുന്നു. എ പി സി എന്താണ്, കിട്ടുന്ന ഇൻകത്തിൽ ഓൺ ആൻ ആവറേജ് ഒരാൾ എത്രമാത്രം കൺസ്യൂം ചെയ്യുന്നു. ഇത് തമ്മിലുള്ള ഒരു റിലേഷൻ ഉണ്ട്. അതായത് ഓൺ ആൻ ആവറേജ് ഒരാൾ കൺസ്യൂം ചെയ്യുന്നതും ഓൺ ആൻ ആവറേജ് ഒരാൾ സേവ് ചെയ്യുന്നതും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടുന്ന വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അതായത് എ പി സി എന്ന് പറഞ്ഞാൽ എന്താണ്, നേരത്തെ പഠിച്ചിട്ടുണ്ട്, സി ബൈ വൈ ആണ്, പ്ലസ് എ പി എസ് എന്താണ്, എസ് ബൈ വൈ ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, ഇതിൽ നിന്ന് എ പി എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. അതായത് എ പി സി പ്ലസ് എ പി എസ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിൽ ഇതിൽ നമുക്ക് എ പി എസ് എങ്ങനെ കണ്ടുപിടിക്കുക, എ പി എസ് ഇസ് ഈക്വൽ ടു ഈ എ പി സിനെ പ്ലസ് എ പി സിനെ സമത്തിൻ്റെ ഇപ്പുറത്ത് പോകുമ്പോൾ എന്താകും, 1 അവിടെ ഉണ്ട്, മൈനസ് എ പി സി ആകും. എന്ന് പറഞ്ഞാൽ 1 മൈനസ് എ പി സി എന്ന് പറഞ്ഞാൽ എന്തെന്നാണ്, എ പി എസ് തന്നെ ആണെന്നുള്ളത് ഒന്ന് ആലോചിച്ച് വെക്കുക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എ പി സി പ്ലസ് എ പി എസ് 1 ആണെങ്കിൽ ഇതിൽ നിന്ന് എ പി എസിനെ നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ എ പി എസ് ഇസ് ഈക്വൽ ടു 1
ഇതിനെ പുറത്ത് കൊണ്ടുവരുമ്പോൾ മൈനസ് ആകും. 1 മൈനസ് എ പി സി ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പി എസ് എന്നുള്ളത് ഓർത്ത് വെക്കുക. അപ്പോൾ എ പി സിയും എ പി എസും തമ്മിലുള്ള റിലേഷൻ നമുക്ക് മനസ്സിലായി. ഇനി ഇതേപോലെ എം പി സിയും എം പി എസും തമ്മിലുള്ളൊരു റിലേഷൻ ഉണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ. എന്താന്ന് ചോദിച്ചാൽ എം പി സി പ്ലസ് എം പി എസ് ഈക്വൽ ടു 1 ആണല്ലോ. ഒരാളുടെ ഇൻകത്തിലുണ്ടാകുന്ന മാറ്റത്തിനനുസരിച്ച് കൺസംഷനിലൊരു മാറ്റം ഉണ്ടാകും, സേവിങ്ങിലൊരു മാറ്റം ഉണ്ടാകും. ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ 1 ആണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എം പി സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ പ്ലസ് എം പി എസ് എന്താണ്? ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ വിച്ച് ഇസ് ഈക്വൽ ടു 1 ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് എം പി എസിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എം പി എസ് ഇസ് ഈക്വൽ ടു, ഈ എം പി സിന് അപ്പുറത്ത് പോകുമ്പോൾ മൈനസ് ആകും, 1 മൈനസ് എം പി സി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതായത് 1 മൈനസ് എം പി സി ഇസ് ഈക്വൽ ടു എം പി എസ് ആണെന്നും അതേപോലെ തന്നെ 1 മൈനസ് എ പി സി ഇസ് ഈക്വൽ ടു 1 മൈനസ് എ പി സി ഇസ് ഈക്വൽ ടു എ പി എസ് ആണെന്നും ഈ രണ്ട് റിലേഷൻ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കണം. അതാ 1 മൈനസ് എം പി സി ഇസ് ഈക്വൽ ടു എം പി എസ് ആണെന്നും 1 മൈനസ് എ പി സി ഇസ് ഈക്വൽ ടു എ പി എസ് ആണെന്നുള്ളതും നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെമ്മറൈസ് ചെയ്യണം. ബിക്കോസ് ഈ ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ, 1 മൈനസ് എം പി സി ഇസ് ഈക്വൽ ടു എം പി എസ്, അത് നമുക്ക് മൾട്ടിപ്ലയർ എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ആവശ്യമാണ്. അവിടെ മാത്തമാറ്റിക്കൽ ഫോർമുല അതിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ആവശ്യമാണ്. സോ ദിസ് ഈസ് അബൌട്ട് 4 ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൺസംഷനും സേവിങ്ങുമായി ബന്ധപ്പെട്ട. ഏതൊക്കെയാണ്? എ പി എസ്, എം പി എസ്, എ പി സിയും എം പി സിയും. ക്ലിയർ ആണല്ലോ? ഇത് തമ്മിലുള്ള റിലേഷനും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു എം പി എസ് പറഞ്ഞു, എം പി സി പറഞ്ഞു. ഇനി ഒരാളുടെ കൺസംഷനെ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഡിറ്റർമിനൻസ് ഓഫ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത്. ഡിറ്റർമിനൻസ് ഓഫ് പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം, അതായത് എൻ്റെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് ഒരുപക്ഷെ എൻ്റെ ഇൻകം ആകാം, അല്ലെങ്കിൽ എൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ആകാം. അങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരാളുടെ പർട്ടിക്കുലർ കൺസംഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആ ഘടകങ്ങളെയാണ് സിംപ്ലി ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, അതിൽ ഒന്നാമത്തെ ഫാക്ടറാണ് ചേഞ്ച് ഇൻ ജനറൽ പ്രൈസ് ലെവൽ എന്ന് പറയുന്നത്. ലോ ഓഫ് ഡിമാൻഡിൽ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് മൈക്രോയിൽ. എന്താണ്? വെൻ അതർ തിങ്സ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ്, an increase in the price level will leads to the decline in the quantity demand for that particular commodity. That means there exists an opposite relation between demand for commodity and price എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇക്കോണമിയിൽ ഉണ്ടാകുന്ന പ്രൈസ് ലെവലിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഒരാളുടെ കൺസംഷനെ ബാധിക്കും. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നോർമലി പ്രൈസ് കൂടുമ്പോൾ കൺസംഷൻ കുറയും, പ്രൈസ് കുറയുകയാണെങ്കിൽ കൺസംഷൻ കൂടും. എക്സംഷൻസ് ഉണ്ട് കേട്ടോ, അതാണ് നമ്മൾ മൈക്രോയിൽ എക്സംഷൻസ് ടു ദി ലോ ഓഫ് ഡിമാൻഡിലൊക്കെ പഠിക്കുന്നത്. പക്ഷേ നോർമൽ കേസിൽ ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് കമ്മോഡിറ്റീൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ എല്ലാവരും ഉച്ചയ്ക്ക് കഴിക്കുന്ന ഒരു ഫിഷ്, അതിൻ്റെ നെയിമാണ് മത്തി എന്ന് വിചാരിക്കുക. സിമ്പിൾ എക്സാമ്പിളാണ്, മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. സപ്പോസ് അതിൻ്റെ പ്രൈസ് 1 കിലോ 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു രക്ഷയില്ല, ഒന്ന് ടേസ്റ്റ് ഒക്കെ എന്തെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യണമെന്നുള്ള അവസ്ഥയിൽ മാത്രമാണ് 1 കിലോ മത്തി വാങ്ങുള്ളൂ, ആണല്ലോ. സപ്പോസ് ഇതിൻ്റെ പ്രൈസ് 500 രൂപയിൽ നിന്ന് 1 കിലോയ്ക്ക് ഒരു 80 രൂപ അല്ലെങ്കിൽ ഒരു 100 രൂപയായിട്ട് കുറഞ്ഞു എന്ന് വിചാരിക്കുക. 1 കിലോന് 80 രൂപ. നിങ്ങൾ എന്ത് ചെയ്യും? കൂടുതൽ എമൗണ്ട് വാങ്ങിക്കും. ചിലപ്പോൾ ഇവിടെ ഒരു 1/2 കിലോ അല്ലെങ്കിൽ 1/4 കിലോ മത്തിയൊക്കെ ആയിരിക്കും ആദ്യം വാങ്ങുന്നുണ്ടാവുക. ചിലപ്പോൾ ഇപ്പോൾ 80 രൂപയായതുകൊണ്ട് ഒരു 2 കിലോ എങ്കിലും വാങ്ങാം. അതായത് ഇവിടെ സംഭവിച്ചെന്താ? പ്രൈസ് കുറയുമ്പോൾ കൺസംഷൻ കൂടിയിട്ടുണ്ട്. ഇനി പ്രൈസ് കൂടുകയാണെങ്കിൽ എന്താ ചെയ്യുക? കൺസംഷൻ കുറയുകയും ചെയ്യും. അതാണ് പറയുന്നത് ഇൻക്രീസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ വിൽ ലീഡ്സ് ടു ദി കൺസംഷൻ ഫംഗ്ഷൻ ടു ഷിഫ്റ്റ് ഡൗൺവേർഡ് എന്നുള്ളത് ഓർത്ത് വെക്കുക. ബിക്കോസ് ദി റിയൽ വാല്യൂ ഓഫ് പീപ്പിൾസ് മണി ബാലൻസ് ഡിക്ലൈൻസ്. റിയൽ മണി ബാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് പ്രൈസ് കൂടിക്കഴിഞ്ഞാൽ വാങ്ങാനുള്ള പർച്ചേസിങ് പവർ, അത് വാങ്ങാനുള്ള ശേഷി കുറയും. ഓട്ടോമാറ്റിക്കലി അയാൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കും. ഇനി പ്രൈസ് കുറഞ്ഞാൽ എന്താ ചെയ്യുക? അയാൾക്ക് റിയൽ ബാലൻസ് കൂടും, വാങ്ങാനുള്ള പർച്ചേസിംഗ് പവർ കൂടും, ഓട്ടോമാറ്റിക്കലി കൂടുതൽ കൺസ്യൂം ചെയ്യും. സോ ദർ എക്സിസ്റ്റ് ആൻ ഓപ്പോസിറ്റ് റിലേഷൻ ബിറ്റ്വീൻ ദി പ്രൈസ് ലെവൽ ആൻഡ് കൺസംഷൻ. സോ ദാറ്റ്സ് അബൌട്ട് ദി ജനറൽ പ്രൈസ് ലെവൽ ആൻഡ് കൺസംഷൻ. രണ്ടാമത്തൊരു ഘടകമാണ് ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. അതായത് സപ്പോസ് ഫിസ്ക്കൽ പോളിസിക്ക് 2 പ്രധാനപ്പെട്ട ടൂൾസ് ആണുള്ളത്. 2 പ്രധാനപ്പെട്ട ടൂൾസ് ഏതൊക്കെയാണ്? 1 ടാക്സ്, 2 ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ടാക്സും ഗവൺമെൻറ് എക്സ്പെൻഡിച്ചറും. ഇതിലൊരു ഉദാഹരണം എടുക്കുക, ടാക്സ് എടുക്കുക. ഗവൺമെൻറ് ടാക്സ് കൂട്ടുകയാണെങ്കിൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറയ്ക്കുന്ന പറഞ്ഞത്. അതിൻ്റെ ഒരു ലോജിക്ക് എന്താ?
സിമ്പിളായിട്ട് നിങ്ങളിങ്ങനെ മനസ്സിലാക്കി വെക്കുക. സപ്പോസ് എനിക്ക് കിട്ടുന്ന ഇൻകം 1000 ആണെന്ന് വിചാരിക്കുക. ഇനിഷ്യലി ടാക്സ് എന്ന് പറയുന്നത് 10% ആയിരുന്നു. അപ്പോൾ എനിക്ക് ഗവൺമെൻറ്റിലേക്ക് എത്ര രൂപ കൊടുക്കണം? 100 രൂപ കൊടുക്കണം. അതായത് 1000ന്റെ 10% 100 രൂപയാണ്. അപ്പോൾ എനിക്ക് എത്ര രൂപ കൊടുക്കണം? 100 രൂപ കൊടുക്കണം. ഓക്കെ, 100 രൂപ കൊടുക്കണം. ബാക്കി വരുന്ന 1000, ഈ ഒരു കേസിൽ 1000 മൈനസ് ടാക്സ് ആയ 100 കുറച്ചു, ബാക്കി 900. ഈ 900 വെച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്യുക? കൺസംഷൻ നടത്തുക. ഇനിഷ്യൽ കേസ് അതാന്ന് അസ്യൂം ചെയ്യുക. സപ്പോസ് ഗവൺമെൻറ്റിൻ്റെ ടാക്സ് ഇമ്പോസിഷൻ റേറ്റ് 10%-ൽ നിന്നും 40% ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ പണ്ട് 100 രൂപ കൊടുത്തിരുന്നോടത്ത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 400 രൂപ ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിന് കൊടുക്കണം. നിങ്ങൾക്ക് ആകെ 1000 രൂപയാണ് കിട്ടുന്നത്. 400 രൂപ ഗവൺമെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ 1000 മൈനസ് 400 വിച്ച് ഈസ് ഈക്വൽ ടു 600. പണ്ട് സാധന സാമഗ്രികൾ വാങ്ങാൻ എൻ്റെ കയ്യിൽ എത്ര ബാക്കി ഉണ്ടായിരുന്നു? 900 രൂപ എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആകെ 600 രൂപയെ ബാക്കിയുള്ളൂ. എൻ്റെ പർച്ചേസിങ് പവർ കുറഞ്ഞു, റിയൽ ബാലൻസ് കുറഞ്ഞു, ഓട്ടോമാറ്റിക്കലി ഞാൻ കൺസ്യൂം ചെയ്യാനുള്ള എൻ്റെ കപ്പാസിറ്റി കുറഞ്ഞു, കൺസംഷൻ കുറയും. അതാണ് അവിടെ പറഞ്ഞത്. വെൻ ദി ഗവൺമെൻറ് ഇൻക്രീസ് ദി ടാക്സസ്, കൺസംഷൻ ഡിക്രീസസ് ആൻഡ് സേവിങ് ഇൻക്രീസസ്. ക്ലിയർ ആണല്ലോ? ഇനി ടാക്സ് കുറയുമ്പോൾ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സംഭവിക്കും. ഇനിഷ്യലി 10% ആയിരുന്നു. ഇപ്പോൾ ടാക്സ് റേറ്റ് സപ്പോസ് ടാക്സ് റേറ്റ് ആകെ 2% ഉള്ളൂ എന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ ആകെ 20 രൂപ ഗവൺമെൻറ്റിന് കൊടുത്താൽ മതി. ബാക്കി 1000-ൽ നിന്നും 20 പോയാൽ 980 രൂപയ്ക്ക് എനിക്ക് കൺസ്യൂം ചെയ്യാം. ഐ ക്യാൻ ബൈ മോർ എമൗണ്ട് ഓഫ് കമ്മോഡിറ്റി ബിക്കോസ് മൈ റിയൽ ബാലൻസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ്. അപ്പോൾ ടാക്സ് കൂടുമ്പോൾ പർച്ചേസിംഗ് പവർ കുറയും, കൺസംഷൻ കുറയും. ടാക്സ് കുറയുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടും, കൺസംഷൻ കൂടുകയും ചെയ്യും. ഇതാണ് ഫിസ്ക്കൽ പോളിസിയും അതേപോലെ തന്നെ കൺസംഷനുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ ഒരു ടൂളുണ്ട് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ് സ്പെൻഡ് ചെയ്യുമ്പോൾ ആളുകളുടെ കയ്യിൽ കൂടുതൽ പൈസ കിട്ടും, ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. പോസിറ്റീവ് റിലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടുമ്പോൾ കൺസംഷൻ കൂടും, ഗവൺമെൻറ് സ്പെൻഡിങ് കുറയുമ്പോൾ കൺസംഷൻ കുറയും. സോ ദിസ് ഈസ് അബൌട്ട് ഫിസ്ക്കൽ പോളിസി ആൻഡ് കൺസംഷൻ. ഓക്കെ, ഇനി ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണെന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും കൺസംഷനും തമ്മിൽ ഓപ്പോസിറ്റ് റിലേഷൻ ആണ്. കാരണം റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ആളുകൾ കൂടുതൽ സേവ് ചെയ്യും, കൺസംഷൻ അപ്പോൾ കുറയും. അതായത് ഒരാൾക്ക് കിട്ടുന്ന ഇൻകം അയാൾ എന്താ ചെയ്യുക? ഒരാൾക്ക് കിട്ടുന്ന ഇൻകം അദ്ദേഹം കുറച്ച് കൺസ്യൂം ചെയ്യും, ബാക്കി എന്ത് ചെയ്ത് വെക്കും? സേവ് ചെയ്ത് വെക്കും. എത്ര സേവ് ചെയ്യണം, എത്ര കൺസ്യൂം ചെയ്യണം എന്നതിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഒരു ഘടകമാണെന്ത്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുന്ന സമയത്ത് അയാൾ സേവ് ചെയ്യുന്നത് കൂടും. സേവ് ചെയ്യുന്നത് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി കൺസംഷൻ എന്താവുന്നു? കുറയുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ എങ്ങനെ സേവിങ് കൂടുക? സപ്പോസ് സേവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലമാറിൽ എടുത്ത് വെക്കലല്ല കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ബാങ്കിൽ കൊണ്ടായിട്ട് സേവ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് സപ്പോസ് ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഇനിഷ്യലി 10% ആയിരുന്നു. നമ്മളൊരു 10,000 ഇടുകയാണെങ്കിൽ 1000 രൂപയാണ് നമുക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുക. സപ്പോസ് ഈ 10% നിന്നും റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു 40% ആയിട്ട് കൂടിയാൽ അതിനർത്ഥം 10,000 കൊണ്ടിട്ട് കഴിഞ്ഞാൽ 4,000 എക്സ്ട്രാ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൺസംഷൻ കുറച്ചിട്ട് വേഗം പോയിട്ട് സേവ് ചെയ്ത് വെക്കും. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൂടുമ്പോൾ ആളുകൾ കൂടുതൽ സേവ് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കൺസംഷൻ കുറയും. ദാറ്റ് മീൻസ് ദർ എക്സിസ്റ്റ് ആൻ ഇൻവേഴ്സ് ഓർ ഓപ്പോസിറ്റ് റിലേഷൻ ബിറ്റ്വീൻ ദി റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് സേവിങ് എന്നുള്ളത്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് കൺസംഷൻ എന്നുള്ളത് ഓർത്ത് വെക്കുക. വേറൊരു ഘടകമാണ് സ്റ്റോക്ക് ഓഫ് വെൽത്ത്. സിമ്പിളായിട്ട് ഒരാൾക്ക് കൂടുതൽ വെൽത്ത് ഉണ്ട് എങ്കിൽ അയാൾ കൂടുതൽ എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും. അതാണ് അവിടെ പറയുന്നത്. സ്റ്റോക്ക് ഓഫ് വെൽത്ത്, ഗ്രേറ്റർ ദി സ്റ്റോക്ക് ഓഫ് വെൽത്ത് ഗ്രേറ്റർ ദി പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. ഒരാളുടെ സ്റ്റോക്ക് ഓഫ് വെൽത്ത് ഭയങ്കര കൂടുതലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അയാളുടെ കൺസംഷൻ എന്തായിരിക്കും? കൂടുതലായിരിക്കും. കുറേ സ്വത്തും മുതലൊക്കെ ഉള്ളവർ കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന കണ്ടിട്ടില്ലേ? അത്ര തന്നെ ഉള്ളൂ. പിന്നെ മോണിറ്ററി പോളിസി, ഗവൺമെൻറ് പോളിസി. അതിനെ വിളിക്കുന്ന നേരത്തെ ഒരു ഗവൺമെൻറ് പോളിസി പറഞ്ഞു, അതേതാ? ഫിസ്ക്കൽ പോളിസിൻ്റെ കേസ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി മോണിറ്ററി പോളിസി. മണി വളരെ ചീപ്പായിട്ട് ഇക്കോണമിയിൽ അവൈലബിൾ ആവുകയാണെങ്കിൽ ആളുകൾ കൂടുതൽ കൺസ്യൂം ചെയ്യും. മണീൻ്റെ അവൈലബിലിറ്റി ഇക്കോണമിയിൽ കുറവാണെങ്കിൽ ആളുകളുടെ കൺസംഷൻ കുറയും. ദാറ്റ്സ് അബൌട്ട് മോണിറ്ററി പോളിസി. സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. അവൈലബിലിറ്റി ഓഫ് ഈസി ക്രെഡിറ്റ് കോസസ് ഇൻക്രീസ് ഇൻ കൺസംഷൻ. അതായത് അവൈലബിലിറ്റി ഓഫ് ഈസി ക്രെഡിറ്റ് പറഞ്ഞാൽ എന്താണ്? വളരെ കുറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ, വളരെ കുറഞ്ഞ സ്മോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ലോണ് കിട്ടുകയാണെങ്കിൽ ആളുകൾക്ക് കൂടുതൽ ലോൺ എടുക്കാൻ പറ്റും, അവരുടെ ഇൻകം കൂടും. ഇൻകം കൂടുമ്പോൾ അവരുടെ പർച്ചേസിങ് പവർ കൂടും, അവർ ഓട്ടോമാറ്റിക്കലി കൺസ്യൂം ചെയ്യുന്ന അഥവാ കൺസംഷൻ എന്താവുന്നു? കൂടുന്നു. അതായത് അവൈലബിലിറ്റി ഓഫ് ഈസി ക്രെഡിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ സ്മോൾ ഇൻട്രസ്റ്റ് റേറ്റിൽ
ലോൺ അവൈലബിൾ ആകുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ലോൺ എടുക്കും, അവരുടെ ഇൻകം വർദ്ധിക്കും, പർച്ചേസിംഗ് പവർ വർദ്ധിക്കും, ഇക്കോണമിയിൽ കൺസംഷൻ വർദ്ധിക്കും. ഇനി അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ടൈറ്റ് ആണ്, വളരെ കൂടിയ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലെ ലോൺ അവൈലബിൾ ആകുള്ളൂ എന്ന് വിചാരിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ എപ്പോഴാണ് ബാങ്കിൽ പോയിട്ട് കൂടുതൽ ലോൺ എടുക്കുക? എപ്പോഴാണ്? റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് തിരിച്ചടവ് വളരെ കുറച്ച് മാത്രം അടച്ചാൽ മതി എന്നുള്ള അവസ്ഥയിൽ നമ്മൾ കൂടുതൽ ലോൺ എടുക്കും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 60% ആണെങ്കിൽ ആരെങ്കിലും പോയിട്ട് വല്ലാണ്ട് ലോൺ എടുക്കുമോ? ഇല്ല. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറവായിരിക്കുന്ന സമയത്ത് ആളുകൾ കൂടുതൽ ലോൺ എടുക്കും, കൂടുതൽ കൺസ്യൂം ചെയ്യും. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഭയങ്കര കൂടുതലാണ്, ടൈറ്റ് മോണിറ്ററി പോളിസി ആണെങ്കിൽ ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറയും. അതാണ് ഇവിടെ പറഞ്ഞത്. അവൈലബിലിറ്റി ഓഫ് ഈസി ക്രെഡിറ്റ് കോസസ് ഇൻക്രീസ് ഇൻ കൺസംഷൻ ആൻഡ് ഇഫ് ദർ ഇസ് no availability of easy credit, then the consumption will be decreased. ഓക്കെ, സോ അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ഇൻകം ഡിസ്ട്രിബ്യൂഷൻ. ഒരു ഇക്കോണമിയിൽ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ കൺസംഷൻ വർദ്ധിക്കും, അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ കൺസംഷൻ കുറയും. ഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കിടയിലും ഇൻകം ഒരേപോലെ ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? കൺസ്യൂം ചെയ്യും, ഇക്കോണമിയിലെ ടോട്ടൽ കൺസംഷൻ വർദ്ധിക്കും. അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളെ ഇക്കോണമിയിൽ 10 പേരാണെങ്കിൽ അതിൽ 8 ആൾക്കാർക്ക് വളരെ കുറഞ്ഞ പൈസ കൊടുക്കുക, ബാക്കി 2 ആൾക്കാർക്ക് ഒരുപാട് ഇക്കോണമിയിലെ ടോട്ടൽ എമൗണ്ടിൽ ഇപ്പോൾ ഒരു 10 കോടി ഉണ്ട്, അതിൽ 8 കോടി ഈ 2 ആൾക്ക് കൊടുക്കുക, ബാക്കി വരുന്ന 2 കോടി ഇക്കോണമിയിലുള്ള ബാക്കി എല്ലാവർക്കിടയിലും വീതിച്ചു കൊടുക്കുക. സാധാരണഗതിയിൽ റിച്ച് പീപ്പിളിനൊരു റിച്ച് പീപ്പിളിൻ്റെ കൺസംഷൻ പാറ്റേൺ എന്ന് പറയുന്നത് അവരുടെ MPC എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അവർക്ക് കിട്ടുന്ന ഇൻകത്തിൽ അവർ കൺസ്യൂം ചെയ്യുന്ന എന്തായിരിക്കും? കുറവായിരിക്കും. കൂടുതൽ അവർ സേവ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ പോവുക ചെയ്യുക റിച്ച് പീപ്പിളിൻ്റെ കേസിൽ. അപ്പോൾ ഇങ്ങനെ അൺഈക്വലി ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇൻകമുള്ള ആളുകൾ കൺസ്യൂം ചെയ്യുന്നത് കുറയും, ഓട്ടോമാറ്റിക്കലി ഇക്കോണമിയിലെ കൺസംഷൻ കുറയും. അതാണ് ഇവിടെ പറഞ്ഞത്. ഇഫ് നാഷണൽ ഇൻകം ഈസ് unequally distributed, lower will be the propensity to consume because propensity to consume of rich is relatively less as compared to that of poor. അതായത് പാവപ്പെട്ടവനെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് കൂടുതൽ ഇൻകമുള്ള റിച്ച് ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പോൾ നാഷണൽ ഇൻകം അൺഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്കോണമിയിലെ ടോട്ടൽ കൺസംഷൻ കുറയും എന്നുള്ളത് സിമ്പിളായിട്ട് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് ഒരു ആസ്പെക്റ്റ് ആണ് ചേഞ്ചസ് ഇൻ എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഫ്യൂച്ചറിൽ ഒരു കമ്മോഡിറ്റിന്റെ പ്രൈസ് കൂടും എന്നാണ് ആളുകൾ ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നതെങ്കിൽ കറണ്ട് കൺസംഷൻ കുറയ്ക്കും. എന്നിട്ട് ആ പൈസ എന്തിനെടുത്ത് വെക്കും? ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമ്പോൾ എടുക്കാമെന്ന് വിചാരിക്കും. സിമ്പിളായിട്ട് നേരത്തെ പറഞ്ഞാൽ മത്തീൻ്റെ കേസ് തന്നെ എടുക്കുക. ഇപ്പോൾ നമ്മൾ വീട്ടിൽ മത്തി വിൽക്കാൻ വരുന്ന കാക്കാനോട് ചോദിച്ചു, കാക്ക ഇന്ന് എത്രയാണ് വില? അപ്പോൾ കാക്ക പറയുന്നത് ഇന്ന് 200 രൂപയാണ് ടീച്ചറെ, നാളെ ചിലപ്പോൾ അല്ലെങ്കിൽ അടുത്ത മാസം നല്ല ഇതിൻ്റെ ഒരു സീസൺ വരാൻ സാധ്യതയുണ്ട്, 2 ആഴ്ച കഴിഞ്ഞാൽ ട്രോളിങ് കാര്യങ്ങളൊക്കെ നിർത്താൻ സാധ്യതയുണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ വില കുറയുന്നുള്ള എക്സ്പെക്ടേഷൻ അയാൾ പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഞാൻ ഇന്ന് വാങ്ങുന്നത് കുറച്ചിട്ട് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ആ പൈസ മാറ്റി വെക്കും, കറണ്ട് കൺസംഷൻ കുറയ്ക്കും. ഇനി നേരെ മറിച്ച് ഫ്യൂച്ചറിൽ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂടും എന്നതാണ് നമ്മൾ എക്സ്പെക്ടേഷൻ എങ്കിൽ കറണ്ട് കൺസംഷൻ കൂടും. ഇപ്പോൾ ഞാനൊരു പവൻ്റെ സ്വർണ്ണം വാങ്ങാൻ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഇന്ന് 47,000 രൂപയാണ് വില, ചിലപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അടുത്ത ആഴ്ചയാണെങ്കിൽ ചിലപ്പോൾ ഒരു 57,000 രൂപയാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ വില കൂടുമെന്നുള്ള എന്നാൽ പിന്നെ അതിന് വേണ്ടി കാത്തിക്കണ്ട, ഇപ്പം തന്നെ വാങ്ങി വെക്കാം. അപ്പോൾ ഫ്യൂച്ചർ എക്സ്പെക്ടേഷൻ പ്രൈസ് കൂടുന്നാണെങ്കിൽ കറണ്ട് കൺസംഷൻ കൂടും, ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുന്നതാണ് നമ്മളുടെ എക്സ്പെക്ടേഷൻ എങ്കിൽ കറണ്ട് കൺസംഷൻ കുറയും. അതാണ് ലാസ്റ്റ് പോയിന്റ്. വെൻ പീപ്പിൾ എക്സ്പെക്ട് ദി പ്രൈസ് ടു ഫാൾ ഇൻ ദി ഫ്യൂച്ചർ ദേ റെഡ്യൂസ് ദെയർ കറണ്ട് കൺസംഷൻ സോ ദാറ്റ് ദേ ഷുഡ് സ്പെൻഡ് മോർ വെൻ ദി പ്രൈസ് ആക്ച്വലി ഫാൾ. അതായത് ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുന്നതാണ് എക്സ്പെക്ടേഷൻ എങ്കിൽ കറണ്ട് കൺസംഷൻ കുറയ്ക്കും. എന്താ റീസൺ? ഫ്യൂച്ചറിൽ പ്രൈസ് കുറയുമ്പോൾ ആ കമ്മോഡിറ്റി കൂടുതൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി. സോ ദിസ് ഇസ് അബൌട്ട് ചേഞ്ചസ് ഇൻ എക്സ്പെക്ടേഷൻ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. സോ ഇത്രയുമാണ് മേജർ ഡിറ്റർമിനൻസ് ഓഫ് പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ്? ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവൽ, fiscal policy, then rate of interest, stock of wealth, monetary policy, income distribution and changes in expectation. So ഇത്രയും കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് ഒരു കാരണവശാലും ഈ ഒരു ഭാഗം നമ്മൾ സ്കിപ്പാക്കി വിടരുത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലുള്ള കൺസംഷൻ ഫംഗ്ഷൻ തിയറീസ് ഒക്കെ വരാനുള്ളത്. സോ ബേസിക്കലി കൺസംഷൻ എന്താണെന്ന് പഠിക്കുക, അതിൻ്റെ പ്രധാനപ്പെട്ട 2 ആട്രിബ്യൂട്ട്സ് ഉണ്ട്, APC MPC, അത് തമ്മിലുള്ള റിലേഷൻ പഠിക്കുക. ദെൻ സേവിങ് എന്താണെന്ന് പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള APS ഉം MPS ഉം പഠിക്കുക. പിന്നെ ഒരാളുടെ കൺസംഷൻ ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഡിറ്റർമിനൻസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക. സോ ഐ ഹോപ്പ് ഇത്രയും പറഞ്ഞ കൺസെപ്റ്റുകൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.